ഇന്ന് നമ്മുടെ യാത്രയുടെ 8ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഡൽഹൌസിൽ നിന്ന് പുറപ്പെട്ടു ധരംശാലയിലേക്ക് പോവുകയാണ്. ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് ഡൽഹൌസിൽ നിന്ന് ധരംശാലയിലേക്ക്. റോഡ് വളരെ മോശമാണ്. റോഡ് പണി നടക്കുകയാണ്. റോഡ് വീതി കൂട്ടുകയാണ്. ഭയങ്കര പൊടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വളവും തിരിവും കുത്തനെയുള്ള ഇറക്കമൊക്കെ ഉണ്ട്. ഒരുപാട് പൊടിയാണ്. വേറൊരു റോഡുണ്ട്, നമ്മൾ പോയ റോഡ്. ഡൽഹൌസിൽ നിന്ന് നൂർപൂർ എന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ പത്താൻകോട്ട് മണാലി പോകുന്ന റോഡിലേക്ക് കയറി നമ്മുടെ ധരംശാലയിലേക്ക് വരാവുന്നതാണ്. പക്ഷേ ഈ റോഡെന്ന് പറയുന്നത് ഷോർട്ട് കട്ടാണ്. അതായത് ഡൽഹൌസിൽ നിന്ന് നേരെ ധരംശാലയിലേക്ക് വരുന്ന റോഡാണ്. ധരംശാലയ്ക്ക് വരുന്ന വഴി ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി ഒരു യാത്രികനാണ്, റൈഡറാണ്. പുള്ളി തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. കാർത്തിക് എന്നാണ് പേര്. ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ട്രാവലിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളി യാത്ര തുടങ്ങിയിട്ട് 3 മാസമായി. ഇനി ഒരു 3 മാസം കൂടെ എടുക്കും ഇന്ത്യ മൊത്തം കണ്ടു തീരാനായിട്ട്. പുള്ളി ഇനി നേരെ കാശ്മീരിലേക്കും ലഡാക്കിലേക്കും പോവുകയാണ്. ഹിമാചൽ പൊതുവേ തണുത്ത ഒരു സ്ഥലമാണെങ്കിലും ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് പകൽ സമയത്ത് നല്ല ചൂടുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പങ്ങനെ തോന്നുന്നില്ല, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കാനാണ് തോന്നുന്നത്.
ഇടയ്ക്കൊക്കെ നിർത്തി നാരങ്ങ വെള്ളവും സ്പ്രൈറ്റും തംസപ്പൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ദാഹം മാറുന്നില്ല. റോഡ് പണി നടക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റോഡ് ബ്ലോക്കാണ്. ഇടയ്ക്കൊന്ന് നിർത്തി ഒരു നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ കുടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പറഞ്ഞിട്ട് അവർക്ക് സോഡ നാരങ്ങ എന്താണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അവിടെ കയ്യിൽ നാരങ്ങയില്ല. നാരങ്ങ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അവ ചേട്ടൻ്റെ കടയിൽ നിന്നൊരു സോഡ വാങ്ങി നമ്മൾ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി. ആ ചേട്ടൻ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. കത്തി തന്നു, ഗ്ലാസ് തന്നു, പിന്നെ പോണ വഴിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ യാത്രയുടെ 9ാമത്തെ ദിവസമാണ്. നമ്മൾ 8ാമത്തെ ദിവസത്തെയും 9ാമത്തെ ദിവസത്തെയും കൂടെ ഒരുമിച്ചാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ 8ാമത്തെ ദിവസം ഡൽഹൌസിയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ധരംശാലയിലെത്തി. അവിടെ ഒരു ഹോം സ്റ്റേ എടുത്തു, അവിടെ താമസിച്ചു. വൈകുന്നേരം ഒരു 7 മണിക്കാണ് നമ്മൾ എത്തിയത്. ഒരുപാട് ടയേർഡായിപ്പോയി. ഇന്നിപ്പോൾ രാവിലെ, അതായത് 9ാമത്തെ ദിവസം, നമ്മൾ രാവിലെ മക്ലിയോഡ് ഗഞ്ചിലേക്ക് പോവുകയാണ്. ധരംശാലയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് മക്ലിയോഡ് ഗഞ്ച്.
ഏകദേശം 7000 അടി ഉയരത്തിലാണ് ഈ മക്ലിയോട് ഗഞ്ച് ഉള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് സെൻറ്റ് ജോൺസ് ചർച്ചിലേക്കാണ്. ചർച്ച് ഇൻ ദ വൈൽഡർനെസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചർച്ചാണ്. ഏകദേശം 1860 കാലഘട്ടത്തിലാണ് ഈ ചർച്ച് നിർമ്മിച്ചത്. ചുറ്റും ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ കസേരകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിരിക്കാം, കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ മക്ലിയോട് ഗഞ്ചിലെത്തി. ഇതൊരു മാർക്കറ്റാണ്, ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്. താഴേക്ക് പോകുന്നത് മാർക്കറ്റാണ്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ മാർക്കറ്റാണ്. മാർക്കറ്റ് കടന്നു പോയാൽ ദലൈലാമ ടെമ്പിളുണ്ട്, നംഗ്യാൽ മൊണാസ്ട്രി ഉണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ധരംകോട്ട് പോവാം. ഭാക്സു നാഗ് വാട്ടർഫാളുണ്ട്, അതുപോലെ ഭാക്സു നാഗ് ടെമ്പിളുണ്ട്. ഇതൊക്കെ ഈ റൂട്ടിലേക്കാണ്. ഈ ജംഗ്ഷനിൽ നിന്നും 6 റോഡുകളാണുള്ളത്. ഇടുങ്ങിയ വഴികളാണ്. ആ മുകളിലേക്ക് ആ കാറ് കയറി പോകുന്നത് ധരംകോട്ട് എന്ന ഭാഗത്തേക്കാണ്. ഈ കാറ് കയറി വരുന്നത് ഭാക്സു നാഗ് ടെമ്പിളിൽ നിന്നാണ്. എന്തായാലും മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ തീരുമാനിച്ചു. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ സാധിക്കും. ഡ്രസ്സ് ഐറ്റംസ് തന്നെ ഒരുപാടുണ്ട്. വെറൈറ്റി ഡ്രസ്സ് നമുക്ക് കിട്ടും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചു, നല്ല മോമോസ് കിട്ടുന്ന കട വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരു പയ്യൻ പറഞ്ഞു, ഇവിടെ കാലിംപോങ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ടിബറ്റുകാർ നടത്തുന്നതാണ്, ഒറിജിനൽ ടിബറ്റൻ മൊമോസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു. തൊട്ടടുത്ത് തന്നെ ധരംകോട്ട് റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ഈ കാണുന്നതാണ് കാലിംപോങ് റെസ്റ്റോറൻറ്റ്. പുറമേ നിന്ന് ഇങ്ങനെയാണ് കാണുന്നതെങ്കിലും അകത്ത് കുറച്ചുകൂടെ നല്ലതാണ്. ഇവിടെ വളരെ ഫേമസ് ആണ് മോമോസ്, അതുപോലെ തന്നെ തുപ്ക. മോമോസ് തന്നെ വെജ് മോമോ കിട്ടും, അതുപോലെ നോൺ വെജ് മോമോ കിട്ടും. നോൺ വെജ് തന്നെ ചിക്കൻ മോമോസ്, മട്ടൻ മോമോസ്, പോർക്ക് മോമോസ് ഒക്കെ കിട്ടും. ഞാനൊരു മട്ടൻ മോമോസ് പറഞ്ഞു. അതായത് 10 പീസ് അടങ്ങിയ അതിന് 220 രൂപയാണ്. ഫ്രൈഡ് ഉണ്ട്, സ്റ്റീംഡ് മോമോസ് ഉണ്ട്, ഫ്രൈഡ് മോമോസ് ഉണ്ട്. ഫ്രൈഡ് മോമോസ് 10 പീസ് അടങ്ങിയതിന് 220 രൂപയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ മോമോസ് എത്തി. കൂടെ നല്ല എരിവുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നേരെ പോകുന്നത് ധരംകോട്ട് ഭാഗത്തേക്ക്, റൈറ്റ് സൈഡിലേക്ക് താഴത്തെ റോഡിൽ പോകുന്നത് ഭാക്സു നാഗ് ടെമ്പിൾ, ഭാക്സു വാട്ടർഫാൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്.
ഈ കാണുന്നതാണ് നംഗ്യാൽ മൊണാസ്ട്രി. ഏകദേശം 200ഓളം അന്തേവാസികൾ ഈ മൊണാസ്ട്രിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് മുകളിലായിട്ട് ഒരു ടെമ്പിളുണ്ട്. അതിനെ ദലൈലാമ ടെമ്പിൾ എന്നാണ് അവർ വിളിക്കുന്നത്. അവിടെ കുട്ടികൾ എന്തോ പ്രാക്ടീസ് ചെയ്യുകയാണ്. കൈയൊക്കെ അടിച്ച്, കൈ തമ്മിൽ കൂട്ടിയടിച്ച്, എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പരസ്പരം പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ബുദ്ധ സന്യാസിയോട് ചോദിച്ചു എന്താണ് സംഭവം. അപ്പം പുള്ളി പറഞ്ഞത് അവർ ബുദ്ധിസ്റ്റ് ഫിലോസഫി പഠിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ബുദ്ധ സന്യാസി അരുണാചൽ പ്രദേശിലെ തവാങ് സ്വദേശിയാണ്. ഇപ്പോൾ 2023 ഞാൻ തവാങ്ങിൽ വന്നിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊണാസ്ട്രിയായ തവാങ് മൊണാസ്ട്രി ഞാൻ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഭാഷയുടെ ചില പ്രശ്നങ്ങളുണ്ട്, എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഈ മൊണാസ്ട്രിയെ പറ്റി കുറേ ഡീറ്റെയിൽസ് തന്നു. അപ്പോൾ മൊണാസ്ട്രി കണ്ടു, മുകളിൽ ദലൈലാമ ടെമ്പിളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി വീണ്ടും മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ അവിടെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഷോപ്പുകളിലും ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് മക്ലിയോഡ് ഗഞ്ചിലെ സ്കൈവേ ആണ്. അതായത് നമ്മുടെ എയർ കാറില്ലേ, അതാണ് സംഗതി. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ 750 രൂപയാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്ക് 7 മണിയായി, ക്ലോസ് ചെയ്തു.